ഇന്നത്തെ എൻ്റെ വീഡിയോ കോഴിക്കോട് തന്നെയുള്ള കൃഷ്ണൻ മേനോൻ മ്യൂസിയത്തിൽ പോയതിൻ്റെയാണ് കേട്ടോ. കോഴിക്കോടുള്ളവർ തന്നെ എത്ര പേര് ഈ മ്യൂസിയം ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മിക്കപ്പോഴും മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് കാണാറ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് എന്തായാലും വന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടേക്ക് വരാനായിട്ട് ഈസ്റ്റ് ഹിൽ ജംഗ്ഷൻ ഉണ്ട്. ഇതാണ് ജംഗ്ഷനിലുള്ള വലിയ മരം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ടൗണ് അല്ല ബീച്ച്, ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാരപ്പറമ്പ്. നമുക്ക് പോകേണ്ടത് നേരെ ഇങ്ങോട്ടാണ്. ഇവിടെ രണ്ട് വഴികളുണ്ട്. നേരെ മേളിലേക്ക് കയറുന്ന വഴിയിലാണ് കൃഷ്ണൻ മേനോൻ മ്യൂസിയം ഉള്ളത്. തൊട്ടിവിടെ കാണുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇതാണ് കേട്ടോ. KV1 ആണ് കേട്ടോ ഈ ബിൽഡിങ്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുടെ കൃഷ്ണൻ മേനോൻ മ്യൂസിയം വരുന്നത്. ഇവിടെ ഇത്രയും വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാൻ നമുക്ക് പൈസയൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തി. ഇപ്പോൾ മഴ കഴിഞ്ഞൊരു സമയമാണേ. മഴയുണ്ട്, മഴ കഴിഞ്ഞത് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. വലിയൊരു സ്പേസ് തന്നെയാണ് കേട്ടോ പാർക്കിങ്ങിനുള്ളത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് ചളിപിളി ഉണ്ട്. അത് മഴേൻ്റെതാണേ, അത് കൂട്ടാക്കണ്ട. ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിൻ്റെ തിരക്കും പിന്നെ കാണുന്നിടത്ത് എല്ലായിടത്തും ഉള്ള ബിൽഡിങ്ങും ഒക്കെ മാറി പ്രത്യേക ഒരു അന്തരീക്ഷമാണ് കേട്ടോ. മുഴുവൻ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം വൈബാണ് നമുക്കിവിടെ എത്തിയാൽ കിട്ടുക. ഇനി മ്യൂസിയത്തിൽ കയറുന്നില്ലെങ്കിൽ തന്നെ, മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ അല്ലാതെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നമുക്ക് പൈസയൊന്നും കൊടുക്കാതെ തന്നെ കയറാൻ പറ്റും. ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നതേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. എങ്ങനെ ഉറങ്ങിപ്പോകുമെന്ന് അറിയില്ല കേട്ടോ. അത്രയ്ക്ക് കാറ്റും അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പാണേ. ചെറിയ സെറ്റപ്പേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ വന്ന് കളിക്കാറുണ്ടേ. താഴത്തെ പാർക്കിംഗ് കൂടാതെ ഇവിടെയും പാർക്കിംഗ് ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. ഞാനിപ്പോൾ ഈ വന്ന സമയത്ത് പൂരം കൊതുകായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര കൊതുക് കടിയായിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണാം. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് കേട്ടോ അവരത്. ഇതാണ് നമ്മളുടെ മ്യൂസിയം, ആർട്ട് ഗാലറി കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കാം. ആദ്യം പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആർട്ട് ഗാലറീൻ്റെ മുൻവശത്തായിട്ട് തന്നെ നമുക്ക് കരിങ്കല്ലിൽ കൊത്തിയ കുറേ എന്താ ഇപ്പം ഇതിന് പറയുക, ഇതിവിടെ കാണാൻ പറ്റൂ കേട്ടോ. ഇതിലുള്ള ചിത്രപ്പണികൾ കണ്ടപ്പോൾ തന്നെ ഇതേതോ ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിവിടെ ഗാർഡനിലിരിക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, ഇത് തളി ക്ഷേത്രം പൊളിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇത് കരിങ്കല്ലിൽ കൊത്തിവെച്ച കുറേ ചരിത്രം പറയുന്ന ഇതൊക്കെയാണ് കേട്ടോ. ഒറ്റ കല്ലിലും തൂണുകളായിട്ടൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഇതൊക്കെ കഷ്ണാക്കി പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ. അങ്ങനെ ഇവരിത് റിക്കവർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവർക്കൊന്നും ഉള്ളിലേക്കുള്ള സ്ഥാനം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയോ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ പുതിയത് വന്നാലും നമുക്ക് പഴയതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം തന്നെയാണ് അല്ലേ. അങ്ങനെ ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇനിയിപ്പോൾ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ ഇഷ്ടമുണ്ടാവുള്ളൂ കേട്ടോ. കുറേ അധികം കാണാനുണ്ടേ. ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് കൈകൊണ്ടും ഉളി കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ ഓരോ ശില്പങ്ങളൊക്കെ കാണിക്കേണ്ടത് നമ്മളുടെ ഇന്നത്തെ തലമുറേനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കോഴിക്കോടേക്ക് വരുന്നവർ ഒരു ഉച്ച വരെയുള്ള സമയം നിങ്ങൾ ഇവിടേക്കായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ആളുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ചെടികൾ ഇങ്ങനെ നട്ടുവെച്ചാൽ മാത്രം പോരാ, നമ്മളതിനെ പരിപാലിക്കും കൂടി വേണമല്ലേ. ഇവിടെ ഞാൻ എപ്പോൾ വരുമ്പോഴും ഇങ്ങനെ ഗാർഡനിൽ ഇഷ്ടംപോലെ പണിക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റൂ കേട്ടോ. അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാനും പറ്റുമേ.
ഞാൻ ഇവിടെ ഇരിക്കുന്ന ചേട്ടനോട് ചോദിച്ചു, ചേട്ടന് കൊതുകൊന്നും കടിക്കുന്നില്ലേന്ന്. അപ്പോൾ അവരെന്തൊക്കെയോ തേച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുരാവസ്തു മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ടിക്കറ്റ് റേറ്റ് ഉണ്ട്, 30 രൂപയാണ്. 10 രൂപ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നതിന് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്, ഇതൊക്കെ വായിക്കാനുണ്ട്, കുറേ വായിക്കാനുണ്ടേ. എല്ലാം ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ചെറുതായിട്ട് ഈ ബിൽഡിങ്ങിനെ കുറിച്ച് മാത്രം ഒന്ന് പറയാട്ടോ, അത് പറയാതെ വയ്യ. ഈ ആർട്ട് ഗാലറിയുള്ള ഈ ബിൽഡിങ് പണ്ട് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് എന്നും പിന്നെന്താ കളക്ടേഴ്സ് ബംഗ്ലാവ് എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. വളരെ പണ്ട് ഇത് ജയിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഭാഗങ്ങളൊക്കെ പൊളിച്ചു പോയി, ഇപ്പം അതൊന്നും ഇല്ല. വലിയ വരാന്തയും വലിയ ജനല് വാതില് അങ്ങനെയൊക്കെ ഉള്ള ഈ കെട്ടിടം കറക്റ്റായിട്ടുള്ള കേരള വാസ്തു പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നതും കൂടി ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1970 വരെ ഇത് കളക്ടറുടെ ബംഗ്ലാവ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്, കളക്ടേഴ്സ് വസതി. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ പീരങ്കി ഉണ്ടകൾ അങ്ങനെ പഴയ സാധനങ്ങൾ അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ക്ഷമയുള്ളവരാണെങ്കിൽ ഇങ്ങനെ എഴുതിയത് മുഴുവൻ വായിച്ചിട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ച സാധനങ്ങൾ, ആദ്യം മൺപാത്രങ്ങൾ, മണ്ണിൻ്റെ ഉണ്ടാക്കുമ്പോൾ ആ പാത്രങ്ങൾ അങ്ങനെയുള്ളത് കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വാളുകളാണ്. ഇതിൻ്റെ പേര് കഠാര, പിന്നെ കേരള വാൾ ഇത് എവിടുന്നാണ് കിട്ടിയത് എന്നും അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ കിട്ടിയതൊക്കെ അവിടെ കറക്റ്റായിട്ട് പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ അവിടെ കറക്റ്റായിട്ട് ഓർഡറിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. വാളുകൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് പീരങ്കി ഉണ്ടകൾ, ഇതിൽ കല്ലിൻ്റെ ഉണ്ടകളും ഉണ്ട്, ഇരുമ്പിൻ്റെ ഉണ്ടകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ കറക്റ്റ് സൈസിൽ ഇതുവരെങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടാവുക എന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് കല്ലാണ്. അതിൻ്റെ ഇടയിലുള്ള ഒന്ന് നമുക്ക് ഇരുമ്പിൻ്റെ കാണാൻ പറ്റും കേട്ടോ. അത് വടകരയിൽ നിന്നുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് നാണയം ഉണ്ടാക്കാൻ തുടങ്ങിയ കാലഘട്ടം. അപ്പോൾ ഇത് നാണയം ഉണ്ടാക്കുന്ന പെല്ലറ്റായിരുന്നു. ഇത് പീരങ്കി ഉണ്ടകളാണ്, അല്ല ഇത് വെടി ഉണ്ടകളാണ്. അതിൻ്റെ സൈസ് മാറി. ടിപ്പുവിൻ്റെ നാണയങ്ങൾ തുടങ്ങി. പിന്നെ ഇതിൻ്റെ പേര് തീക്കല്ല് എന്നാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഭരണപരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ജയിലുകൾ വന്നു. അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ പലതരത്തിലുള്ള വെയിങ് മെഷീനുകളാണ് കാണാൻ പോകുന്നത്. മധ്യ കാലഘട്ടത്തിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അതിൻ്റെ എതിർവശത്തായിട്ട് ഇങ്ങനെ നാണയങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അളവുകളിൽ പെടുന്നത് തന്നെയാണ്. ഔൺസ് വെയിറ്റ് തന്നെയാണ് ഇതൊക്കെ. ഗ്ലാസ്സൊക്കെ കണ്ടില്ലേ. അന്നത്തെ ഭാഷയിൽ ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ 455 ഗ്രാം. അങ്ങനെ നമുക്ക് അവിടെ നോക്കിയാൽ അതും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. വാണിജ്യ ബന്ധങ്ങളുടെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചീന ഭരണികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ പാത്രങ്ങളുടെ രൂപങ്ങളൊക്കെ മാറി, ഭരണികളൊക്കെ വന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഇതിലേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും നമ്മൾ ആ പണ്ടത്തെ ആ ഇതിൽ കൂടി ഇങ്ങനെ പോകുന്ന പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഇങ്ങോട്ട് ഈ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് അമ്പലങ്ങളിലെ രൂപങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക.
സെക്ഷൻ കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയുള്ളത് ഇത് ലൈബ്രറിയാണ്. അവിടെ 2-3 കുട്ടികളുണ്ട്. ഇതൊക്കെ നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിപി. ആ ലിപി എഴുതി പഠിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ മണൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ആ ബോർഡ് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ വെറുതെ എഴുതി നോക്കാം. നമ്മളെ കൊണ്ട് പറ്റുമൊന്നുമില്ല, ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഈ തരത്തിലുള്ള ഈ ലിപിയൊക്കെ എഴുതുന്നതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത്. എഴുത്തും വായനയൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടോ. നമ്മൾ താളിയോലകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. കല്ലിൽ അക്ഷരങ്ങൾ കൊത്തിവെച്ചതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ മുകളിൽ തന്നെ സ്ക്രീനിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ കന്മഴു എന്നാണ് കേട്ടോ ഇതിനൊക്കെ പറയുന്നത്. ഇത് ഒരു ചുരുണ്ടി കന്മഴു, ഇതും ഒരു ടൈപ്പ് കന്മഴുവാണ്. ഇതും ഒരു കന്മഴുവാണ്. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ നന്നങ്ങാടികൾ? നമ്മളെ പണ്ട് ശവങ്ങളൊക്കെ സംസ്കരിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ മുത്തുമാലകൾ. മഹാശിലാ സംസ്കാരത്തിലേക്ക് നമ്മളെത്തി. ചെങ്കൽ ഗുഹകളുണ്ടാവും. അവിടുന്ന് റിക്കവർ ചെയ്തെടുത്തതായിരിക്കണം. മൺപാത്രങ്ങളാണ് പലതരത്തിലുള്ളത്. ഇത് മനുഷ്യൻ്റെ അസ്ഥിയാണ് കേട്ടോ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത്. ആരെയോ അസ്ഥി. ഇങ്ങനെയാണ് പണ്ടുള്ള ശവക്കല്ലറകൾ. അന്നത്തെ കാലത്ത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂണ്ടകളുടെയൊക്കെ ഒരു വെറൈറ്റീസാണ് കേട്ടോ ഇത്. ചൂണ്ടകൾ മാത്രമല്ല വേറെ എന്തൊക്കെയോ ഉണ്ട്. ഉളി ഒക്കെ ഏറെക്കുറെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. ഇതും അങ്ങനെ എന്തൊക്കെയോ തന്നെയാണ്. നല്ലോണം തുരുമ്പെടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി തുരുമ്പെടുക്കില്ല. ഹുക്കൊക്കെ കണ്ടില്ലേ? ഇരുമ്പ് കീടം, അതെന്താണ് എന്തോ ഇരുമ്പ് കീടം. ഇത് പത്തിക്കല്ല്, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ. കൃത്യമായി വഴി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവർ താഴേക്ക് ഇറങ്ങാനാണ് കേട്ടോ പറയുന്നത്. ഈ താഴെയുള്ളത് ശിലാശില്പ ഗാലറിയാണ്. ശില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളുടെ ഒരു ഗാലറിയാണ്. അടുത്തത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പ്രദർശനമാണ്. പണ്ടത്തെ ഇവിടെയുള്ളത് ഇതൊരു പണ്ടത്തെ ലോക്കറാണ് കേട്ടോ. ഇത് പണ്ടത്തെ അല്ല കേട്ടോ, ഇപ്പത്തെയാണേ. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ബ്രേക്ക് ഉണ്ടേ. ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ഉള്ളിൽ ഇത്രയും പേരുണ്ട് കേട്ടോ. അത്രയും ചെരുപ്പുകൾ ഇവിടെ കാണുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇവിടെ 3D തിയേറ്ററും ഉണ്ട്. കൃഷ്ണൻ മേനോൻ മ്യൂസിയം ഉണ്ട് അവിടേക്ക്.
ഇവിടെ ഇങ്ങനെ പുറത്തുനിന്ന് കാണാനേ നിർവാഹമുള്ളൂ. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചേച്ചി അവിടുത്തെ സ്റ്റാഫാണ്. അവർ ഓടി വന്ന് നമ്മളോട് മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് 3D. 3Dൻ്റെ അവിടെ ഇന്ന് ഷോ ഇല്ല. ഇന്ന് അവിടെ പ്രൈവറ്റായിട്ട് വേറെ എന്തോ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ തന്നെ കാണാം. ഇവിടെ ഒരു ശലഭോദ്യാനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പോയി നോക്കാം. വലിയൊരു ഊഞ്ഞാലുണ്ട്. അതാണ് ഇത്. വലിയൊരു ഊഞ്ഞാലാണ്. ഇങ്ങനത്തെ 2-3 ഊഞ്ഞാലുണ്ട്. ഇവിടേക്ക് പോയാലാണ് ചിത്രശലഭ ഉദ്യാനം. ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ മാത്രമേ നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെയൊന്നും ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഉദ്യാനത്തിൻ്റെ ഉള്ളിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ എൻട്രൻസിൽ കയറുമ്പോൾ ഉള്ള ഗേറ്റില്ലേ, അവിടേക്ക് എത്തുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണേ. അവിടെ ഇവിടങ്ങളിലായിട്ട് ചിലപ്പോൾ ചിത്രശലഭങ്ങൾ മാത്രമല്ല കേട്ടോ, ചെറിയ കപ്പിൾസിനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അവരെ നമുക്ക് വീഡിയോ എടുക്കണ്ട. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു ദിവസം ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണേ.